ഞങ്ങള് കട്ടായെന്ന് തോന്നുന്നു. അവളെന്നെ വിളിച്ചത് കേട്ടില്ലേ? അച്ഛാന്ന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ വീട്ടിലുണ്ടാക്കിയ പുകയിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് കാര്യമായിട്ട് ഒന്നും ഓർമ്മയില്ല. സഞ്ജുവേട്ടൻ പലതും മറന്നു കാണും. പക്ഷെ ഈ വീട്ടിലുള്ളവരെ ഏട്ടന്റെ ഇന്നലത്തെ പ്രകടനം ഈ അടുത്തൊന്നും മറന്നു പോവാൻ ഒരു സാധ്യതയില്ല. എല്ലാം കുളമായോ? ഇരി അമ്മയെ നമ്മളോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയൂ. അങ്ങനെയൊന്നും അവര് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്തായാലും നമ്മളിവിടെ അധികകാലം താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവരെ കുറച്ച് വെറുപ്പിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ഡാഡി നമ്മളെ വീട്ടിൽ കയറാൻ സമ്മതിക്കണ്ടേ? ഡാഡിയുടെ മനസ്സ് മാറ്റാൻ പറ്റിയ ഒരു സാഹചര്യം പോലും നമ്മുടെ കയ്യിലില്ല. 24 മണിക്കൂറും ശാലിനി ഡാഡിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അവള് തീർച്ചയായും ഗോപാൽജിയുടെ മനസ്സിൽ സഞ്ജുവേട്ടനെ കുറിച്ച് വിഷം കുത്തിവെച്ച് കാണും. ഗോപാൽജിക്ക് സഞ്ജുവേട്ടനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റാനുള്ള നല്ലൊരു അവസരം ഇന്ന് കിട്ടും. ഡാഡി വരുന്നുണ്ടോ? നീ അതെങ്ങനെ സാധിച്ചെടുത്തു? അമ്മയെ കൊണ്ട് ഗോപാൽജിയെ പിറന്നാളിന് ക്ഷണിക്കണമെന്ന് പറയിപ്പിച്ചു. ഗിരിയേട്ടൻ ഗോപാൽജിയെ ക്ഷണിച്ചു. മഞ്ജുനത് ഇഷ്ടമായി കാണല്ലോ. മഞ്ജു തന്നെ ഗോപാൽജിയെ വിളിച്ച് ചടങ്ങിന് ക്ഷണിക്കേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് അവള് നാണം കെട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു.